ഈ ചെലഞ്ഞൂർ മേഖലയുടെ യുവസംഗമം സംസ്ഥാനത്തെ ആദ്യത്തെ മേഖലാ യുവസംഗമമാണ്. കേരളത്തിനകത്ത് നമ്മൾ എല്ലായിടത്തും മേഖലാ യുവസംഗമങ്ങൾ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ചേരുന്ന മേഖലാ യുവസംഗമമാണ് ഈ വർഷത്തേതോ. എല്ലാ വർഷം സംഘടിപ്പിക്കാറുണ്ട്. ആ നിലയിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ചെളഞ്ഞൂർ മേഖലയിലെ പ്രിയപ്പെട്ട പരിഷത്ത് പ്രവർത്തകർക്കെല്ലാം പരിഷത്തിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹപുഷ്പളമായ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ചെളഞ്ഞൂർ മേഖല യുവസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആളുകളുടെ വന്നു ചെയ്തു അനുരാഗമാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മള് പിന്നെ അടുത്തൊരു ഈ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇവിടെ വന്നതിൽ അതിയായ സന്തോഷം. മഴയുള്ള സമയം ഇവിടെ ചേർന്നതിൽ അതിയായ സന്തോഷം. ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നത്, ക്യാമ്പിൽ വരുന്ന സമയത്ത് നേരത്തെ ക്യാമ്പിൽ പങ്കെടുത്ത ഇതേപോലത്തെ ഏതെങ്കിലും ക്യാമ്പ് ശരി. അപ്പൊ നമുക്ക് ക്യാമ്പിൽ പൊതുവെ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ആക്ടിവിറ്റി സെക്ഷൻ ആണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ആക്ടിവിറ്റി ചെയ്യും. നിങ്ങളിപ്പോ ഏകദേശം ഒരു 16 വയസ്സ് മുതൽ 25 വയസ്സിന്റെ ഇടയിലുള്ള ആളുകൾ. എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏകദേശം വയസ്സാണ്. നമ്മളൊരു വേദിയിലാണ് കുട്ടിയുടെ അടുത്തും നിങ്ങളുടെ അടുത്തൊക്കെ ഇരിക്കുന്ന വേദിയിൽ കുട്ടിയുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഒരു പാട്ട് പാടാൻ കഥ പറയാൻ പറഞ്ഞാൽ ആരെയും 3ാം ക്ലാസ്സിൽ കുട്ടിയായിരിക്കും വരാൻ ചാൻസ് നിങ്ങളായിരിക്കും. പറയൂ, കുട്ടിയായിരിക്കും. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉദ്ദേശം ഇതാണ്: എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ കൂടുതൽ കുട്ടി വന്നു നിങ്ങൾ വരാതായിട്ട് വരുന്നത്? കുട്ടികൾക്ക് പേടിയില്ല, റെസ്ട്രിക്ഷൻ ഇല്ല. ഈ റെസ്ട്രിക്ഷൻ ആരുണ്ടാക്കുന്നതാണ്? സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ്. പക്ഷെ നമുക്ക് പേടിയുണ്ട്. നമ്മളുടെ പേടി ശരിക്കും ആരുണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്, ടീച്ചർമാർ ഉണ്ടാക്കുന്നുണ്ട്, ക്ലാസ് മുറി ഉണ്ടാക്കുന്നുണ്ട്, ഫാമിലി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോഴും നിങ്ങളുടെ അടുത്ത് സമയം ആരും പറയുന്നൊന്നുമില്ല. നിങ്ങൾ എഴുന്നേറ്റ് 10 വട്ടം പറയില്ല. അവരുണ്ടാക്കിയ പേടി നിങ്ങൾ കെയർ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ഒരു വേദിയിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൂടാത്ത സ്ഥലത്തിരിക്കുകയാണെങ്കിലും നിങ്ങളെ പരിചയമില്ലാത്ത ആളുകളുടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങളെ മറ്റാരൊക്കെ ഉണ്ടാക്കിയ പേടി നിങ്ങളും കെയർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേടിയൊക്കെ അവിടെ കിടക്കട്ടെ. കുറച്ച് സമയത്തേക്ക് നിങ്ങൾ എന്റെ ക്ലാസ്സിലത്തെ കുട്ടിയായിട്ടുണ്ട്, എന്റെ ക്ലാസ്സിലല്ല, ഒരു 3ാം ക്ലാസ്സിലത്തെ കുട്ടിയായിട്ട് ഓർമ്മ ചെയ്യും. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുട്ടിക്കാലം നമുക്ക് മറന്നുപോലല്ലോ. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ്. അപ്പൊ നിങ്ങൾക്ക് മാനസികമായിട്ട് കുട്ടിയാകുന്നത് സ്കൂളിൽ ഹാളത്ത് നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു ഒഫീഷ്യൽ സ്റ്റേജിലാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും സ്പേസിൽ ഏതെങ്കിലും കസേരയിൽ ഇമാജിൻ ചെയ്യൂ. ഈ രണ്ടിടത്തും നമ്മൾ എത്ര വ്യത്യാസങ്ങളാണ്? അങ്ങനെയാണെങ്കിൽ വളരെ പതിയെ നിങ്ങൾ നിങ്ങളുടെ റൂമിലിരിക്കുന്ന അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് മുന്നോട്ടേക്ക് നടന്നു. വളരെ പതിയെ ഇടത് വശത്തേക്ക് തിരിയുന്നു. 5 സ്റ്റെപ്പ് പുറകോട്ടേക്ക് നടന്നു. വളരെ പതിയെ വലത് ഭാഗത്തേക്ക് 3 സ്റ്റെപ്പുകൾ നടന്നു. വലത് ഭാഗത്തേക്ക് 3 സ്റ്റെപ്പുകൾ നടന്നു. വളരെ പതിയെ 3 സ്റ്റെപ്പുകൾ പുറകോട്ടേക്ക് നടന്നു. ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു.
പതിയെ കണ്ണു തുറക്കുന്നു. 1 2 3 4 5. ഓക്കെ, അടുത്തുള്ള ഒരാളൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡ്. അടുത്തുള്ള ഏതെങ്കിലും ഒരാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. നിങ്ങളെ കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുന്നു. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം നിങ്ങളെ കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുന്നു. ശരീരം ശബ്ദം ഉണ്ടാക്കാണ്. ആക്രമിക്കാണ്. അടുത്ത വീട്ടിൽ ആക്രമിക്കണം. അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിൽ വളരെ മനോഹരമായ വട്ടം. തല മാറ്റി കൈ വെച്ച് വട്ടം. തല എടുത്തു കൈ വെച്ച് വട്ടം. കൈ വെച്ച് വട്ടം. കൈ വെച്ച് വട്ടം. ഞാൻ 1 എന്ന് പറയുന്ന സമയത്ത് രൂപപ്പെടുന്ന വട്ടമാണ് ഇപ്പോൾ 1. ഒന്നാമത്തെ വട്ടമാണ്. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ കൈ മാറ്റി വെച്ച് പുതിയ വട്ടം ഉണ്ടാവും. ഓക്കെ, കൈ വേറെ സ്റ്റൈലിൽ വെച്ച് പുതിയ വട്ടം ഉണ്ടാക്കും. ഓക്കെ, 2 രണ്ടാമത്തെ പുതിയ സ്റ്റൈൽ. എല്ലാവരും കൂടെ ഒരുമിച്ച് രണ്ടാമത്തെ പുതിയ. ഓക്കെ, 1 ഒന്നാമത്തെ ഓർമ്മിച്ചെടുക്കും. ഒന്നാമത്തെ ഓർമ്മിച്ചെടുക്കും. പെണ്ണെ പാടണമെന്നുണ്ട്.
മഞ്ഞപ്പിത്തത്തിന് അവർ കൊടുത്ത ചികിത്സ ഏതായിരുന്നു? അതല്ല പാലർച്ചയല്ല, ഒരു കൊടുത്ത വേറെ സാധനം അക്യുപഞ്ചർ, അതായത് സൂചി കുത്തിയിട്ട് ചികിത്സിക്കുന്ന പരിപാടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിൽ പ്രസവിച്ച അവരെ അഭിമാനത്തോടു കൂടി പോസ്റ്റായിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു സാധനം കൊടുത്തില്ല എന്നുള്ള ഞങ്ങൾ അഭിമാനിക്കുന്നത്. ഇത് ലോകത്തിന് മാതൃകയാണ്. ഞങ്ങൾ മാതൃക ദമ്പതിമാരാണ്, രക്ഷിതാക്കളാണ്. മറ്റൊരാളുടെ മെഡിക്കൽ സയൻസിന്റെയും ഇതില്ലാതെ അക്യുപങ്ക്ചർ എന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയ രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു അവരുടെ നേരത്തെ പോസ്റ്റ്. അപ്പോ നമ്മളുടെ എല്ലാ മെഡിസിൻസിനകത്തും നടക്കുന്നത് ഒരു രാസവസ്തു നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആ പ്രവർത്തനം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ആ അസുഖത്തെ മാറ്റാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പല മെഡിസിൻസ് ഒക്കെ ആയിരുന്നു ആയുർവേദവും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനകത്ത് വേണ്ടത്ര റിസർച്ചുകളും ഇപ്പൊ നടക്കാത്തത് കൊണ്ട് ഓരോ പ്രശ്നമുണ്ട്. പാരസെറ്റമോൾ എന്ന് പറയുന്നത് 1 or 2 കെമിക്കൽസ് കോമ്പൗണ്ട് ചെയ്തുണ്ടാക്കിയ സാധനമാണ്. അതിന്റെ കെമിക്കൽ കോമ്പൗണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും 1 or 2 കോമ്പൗണ്ടുകൾ രാസവസ്തുക്കൾ ചേർന്നുണ്ടാക്കിയ സാധനം. ഈ രാക്ഷായിഷ്ടം ഡെവലപ്ഡ് എന്നൊക്കെ പറയുന്നതിൽ 24 സാധനങ്ങൾ സമൂലം എടുക്കുന്നത്. സമൂലം എന്ന് പറഞ്ഞാൽ വേര് കൊണ്ട് പറിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് കിഴിക്കിട്ട് വേര് മുതൽ ഇല മുതൽ പൂ മുതൽ കൊമ്പ് മുതൽ എല്ലാ സാധനം അരച്ചു കൊടുക്കാനിട്ട് അതിന് ചിലപ്പോൾ പണ്ടൊക്കെ കൊടുക്കാറ്. അപ്പൊ എല്ലാം കൂടി കൊടുക്കാനിട്ട് ഇത് കഷായം വെച്ച് തരികയാണ്. ഒരു പാരസെറ്റമോളിന് നമ്മൾ സോപ്പോൾഡ് പറയുന്ന സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ 2 കോമ്പൗണ്ട് ഇടും. ഒരു ഇലയിൽ ആടുകളോടൊക്കെ ഒരു ഇലയിൽ മാത്രം എത്ര കോമ്പൗണ്ട് ഉണ്ടാവും? അതിൽ ക്ലോറോഫിൽ ഉണ്ടാവും, മറ്റു പല സാധനങ്ങളല്ലേ നമുക്ക് അറിയുന്ന ക്ലോറോഫിൽ വേറെ പലതും അത് പിന്നെ വേര് വെച്ചിരിക്കുന്ന പല സാധനങ്ങൾ ഉണ്ടാവും. ഇതിന്റെ ഇലയിൽ വേരിൽ തണ്ടൊക്കെ ഉണ്ടാവും. ഇറ്റ ഒരു 5-8 സാധനം ഇതിങ്ങനെ പിന്നെ എന്തൊക്കെ തരത്തിലുള്ള പിന്നെ കണ്ണിക്കൂട്ടൽ ചെറുള എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി അരച്ച് കലക്കി ഇതിന്റെ കൂടെ പോട്ടിന്റെ മറ്റേതൊക്കെ പറഞ്ഞ ഓരോ തന്നെ ആട്ടുണ്ടാവും ഇങ്ങനെ പലതും. ഇതെല്ലാം കൂടി കലക്കിയ ഇതിലൊരു 25,000 കോമ്പൗണ്ട് ഉണ്ടാവും. അതിന് എത്ര സൈഡ് പാരസെറ്റമോൾ ഒന്നിട്ടുള്ളൂ. ഈ കുടിക്കുന്ന കഷായത്തിനും അരിഷ്ടത്തിനും ഒരു 50,000 സൈഡ് എഫക്റ്റെങ്കിലും ഉണ്ടാവും. പണ്ടുള്ള മനുഷ്യന്മാരൊക്കെ ഏകദേശം കഷായം കുടിച്ച് കിട്ടിപ്പോയി മരിച്ചവരാണ്. സംശയമില്ല ഈ കഷായത്തിന്റെ. പിന്നെ ഈ നിപ്പാന്റെ മോഡേൺ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങള് കോവിഡ് സമയത്ത് വാക്സിൻ എടുക്കേണ്ട മഞ്ഞൾ കലക്കി വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ധാരാളം പേർ നിത്യം ചൂടുവെള്ളം കുടിക്കുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയ ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പരിചയത്തിലുള്ള ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾ കലക്കി വെള്ളം കുടിച്ചാൽ മതി, അവർ ദിവസം കഴിക്കുന്നത്. അതിലേക്കാരുടെ അബി ഫിലിപ്പ് എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു കരൾ രോഗ വിദഗ്ധൻ ഈ മഞ്ഞൾ കലക്കിയ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നേരിട്ടു. കുറെ കോവിഡ് കഴിഞ്ഞാൽ കുറെ കരൾ രോഗികൾ കൂടി വന്നു. അപ്പൊ അവർ ഈ കേസ് സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഇവർ സ്ഥിരമായിട്ട് ഈ മഞ്ഞൾ പോലുള്ള ഇങ്ങനെ കുറെ സാധനങ്ങൾ കലക്കി കുടിച്ചതിന് ഭാഗമായിട്ട് അതിലുള്ള പ്രത്യേക കെമിക്കൽസുകള് കരളിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടി എഫക്ട് ചെയ്ത് കരള് തകരാറിലായി അവരെ ഓപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായതിന്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് അയാൾ പുറത്തുവിടുന്നത്. കരുത്തിന്റെ ദൂരെ പോലെ രാത്രി മണ്ണിടുമ്പോൾ പാലവും കേളനും തീരെ കുലുങ്ങുന്നില്ല. മുടിയെട്ടും കൊത്തുകെട്ടി വിരൽ 100 കാറ്റുതുക്കി തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എന്റെ ഉഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. എന്റെ ഉഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. പ്ലസ്റ്റുകാരി പെണ്ണെ ആ പെണ്ണിന് നീലക്കണ്ണ് കണ്ണത് കൊണ്ടവൾ എന്നെ വലയ്ക്കണതിന്റെ ഇവൾ ചുണ്ണി കൽവിന്റെ കിതാബിൽ